താനിപ്പോഴും ഒരു സഖാവ് തന്നെ എന്ന് ഒറ്റപ്പാലത്തെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശി പറയുന്നു. പിണറായി വിജയനുമായുള്ള ബന്ധം അങ്ങനെ അങ്ങ് മുറിച്ചറിയാൻ കഴിയില്ല. ഒരു UDF നേതാവുമായും താൻ ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല. പിന്തുണയുമായി UDF ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്നും PK ശശി മിസ്സസ് ആൻഡ് മിസ്റ്റർ ഗിരിഗിരിയോട് പറഞ്ഞു. സവാരി ഗിരിഗിരി. ഒറ്റപ്പാലത്തിന്റെ സ്വന്തം PK ശശി അദ്ദേഹം കടുത്ത മത്സരം കാഴ്ചവെക്കുന്നു. വലത് സ്വതന്ത്രനായി ചരിത്രത്തിൽ ആദ്യമായി മത്സരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തെ കാണാനാണ് നമ്മുടെ യാത്ര. സഖാവ് PK ശശി, അത് അങ്ങനെ വിളിക്കുന്നതിൽ ഞാനിപ്പോഴും സഖാവാണല്ലോ. അതെ, ബാക്കിയുള്ളവരാണ് ആശയം മാറിയത്. അത് ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. പാർട്ടിക്ക് ചില താളപ്പിഴകൾ സംഭവിച്ചത് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങ് തള്ളി പറയുന്നില്ല. എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് എന്നെ പറ്റി പറഞ്ഞാലും മറുപടി പറയില്ല. നമ്മുടെ ഒരു വല്ലാത്തൊരു വ്യക്തിപരമായ ബന്ധം, അതൊന്നും എനിക്ക് മുറിച്ചറിയാൻ കഴിയാത്ത, എനിക്ക് വ്യക്തിപരമായ ഒരാളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒന്നും മുറിച്ചറിയാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ വളരെ ശക്തമായി സംഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു മുഖ്യമന്ത്രി പദത്തിൻ്റെ ഒരു പൂർണ്ണമായ ചുമതലയിലേക്ക്, ഭരണത്തിൻ്റെ പൂർണ്ണമായ ചുമതലയിലേക്ക് അദ്ദേഹം മാറിയതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്നത് പോലെ സംഘടനാപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണോ അതോ അദ്ദേഹം ബോധപൂർവം പിന്മാറിയതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങയെ സംബന്ധിച്ചിടത്തോളം നിർണായകം ആയൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഒറ്റപ്പാലത്തെ ജനങ്ങളൊപ്പം ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ശരിയുടെ കൂടെ ജനങ്ങൾ അണിനിരക്കും തന്നെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു UDF നേതാവുമായും ഞാൻ ചർച്ച നടത്തിയിട്ടേ ഇല്ല. എന്നോട് ഇങ്ങോട്ട് പറയുക ചെയ്ത് തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലം ഇതിനേക്കാളൊക്കെ എളുപ്പമാണ് ജയിക്കാൻ എന്ന് അവർ ഉറപ്പിക്കുന്നൊരു മണ്ഡലം, മലപ്പുറം ജില്ലയിൽ ഇതുപോലെയുള്ളൊരു മണ്ഡലം. അങ്ങനെ ഒരു ജനമുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഉണ്ട് എന്നാണ് അങ്ങ് കരുതുന്നത്? എൻ്റെ മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലും അത് പ്രകടമാണ്. ശരിയായ വഴിയിലൂടെ പാർട്ടി പോകണം. പക്ഷേ ഇത് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു കല്യാണം കഴിഞ്ഞ സമയം മുതൽ തന്നെ, ആ സമയത്തും ഒരു പാർട്ടിയുടെ ഒരു ജില്ലയിലെ സമുന്നതനായ ഒരു നേതാവാണ്, വളരെ തിരക്കുകളിലായിരുന്നു. ഈ ഒരു കഴിഞ്ഞ ഒരു സംഘർഷ സമയം എങ്ങനെയായിരുന്നു പാർട്ടിയിൽ നിന്ന് മാറുന്നത്? എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട്? കുടുംബജീവിതത്തിൽ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. പിന്നെ ഞങ്ങളെല്ലാവരും, ഞങ്ങളും മക്കളും കൂടെ നിന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അത്രയും കാലം നടന്നിരുന്ന ഒരു പ്രസ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറുന്നത് ഒരു വല്ലാത്ത പ്രയാസമായിരുന്നു. അതെ, ഒരു UDFന് അനുകൂലമായ തരംഗം എന്ന് തന്നെയാണോ കാണുന്നത് അങ്ങ്? പൊതുവേ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. ഈ ഒരു ആക്രമണം വരുന്നത് പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെയാണോ ഇപ്പോൾ? പിന്നെന്താ, CPMന് വേണ്ടത് ഈ പറയുന്നത് എഴുതിയെടുക്കാനും അതുപോലെ തന്നെ ആവർത്തിക്കാനും പറ്റുന്ന കുറച്ച് ആളുകളെയാണ് വേണ്ടത്. മന്ദന്മാരായ ആളുകളെ പാർട്ടിക്ക് വേണ്ടത് വെച്ചാൽ പിന്നെന്താ വേണ്ടത്? പക്ഷെ കമ്മ്യൂണിസ്റ്റ് അല്ലാതെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പാലക്കാട് നിന്ന് നമ്മളുടെ യാത്ര തുടരുകയാണ്. മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.